എടാ നകുല, ഒന്നിങ്ങ് വന്നേ. എന്താ? വാ, നിന്നെ ഞാനൊരു അത്ഭുതം കാണിച്ചു തരാം. എന്താ കാര്യമെന്ന് പറ, എനിക്ക് മേക്കപ്പ് ചെയ്യണ്ടേ? എടാ, ഞാനൊരാളെ കണ്ടുപിടിച്ചു. ആരെ? ഒരു കലാകാരനെ. എവിടെ? എന്റെ ഉള്ളിൽ. അതേടാ, ഞാൻ ഇപ്പോഴാ അത് മനസ്സിലാക്കുന്നത്. ഞാൻ നല്ലൊരു കലാകാരനാ. ഏട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയോ? കളിയാക്കിക്കോ, പക്ഷെ എന്റെ സൃഷ്ടി കണ്ടു കഴിയുമ്പോ നിനക്ക് മനസ്സിലാകും മഹാനായ ഒരു കലാകാരനെയാണ് നീ കളിയാക്കിയതെന്ന്. വാ വാടാ ഇങ്ങോട്ട്. അതോടെ വാ വാ വാ, വേഗം വാ. എവിടെ കൊണ്ടുപോയത്? ദാ കാണേ, നിന്റെ ഏട്ടൻ എത്ര മഹാനാണെന്ന് നീ മനസ്സിലാക്കും. ഇതാരാ ഈ വൃത്തിയായിട്ട് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? പിള്ളേരാരെങ്കിലും വന്ന ഇവിടെ? വൃത്തികേടല്ല നകുല, പിന്നെ? എന്റെ കലയാ. വരയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല. എന്തോ ഒരു തോന്നലിന് ചായം കയ്യിലെടുത്തു. പിന്നെ കൈകൾ എനിക്ക് പോലും നിയന്ത്രിക്കാനാകാതെ പായുകയായിരുന്നു. കഷ്ടം. ആരെങ്കിലും നിയന്ത്രിക്കാൻ വേണമായിരുന്നു, എങ്കിൽ ഇത്ര കാലം പാവത്തില്ലായിരുന്നു. കഴിവിനെ അംഗീകരിക്കാൻ പഠിക്കുന്ന നകുല, നീ ഈ കിളിയെ കണ്ടോ? കണ്ടോ? ഇതിലേതാ കിളി? ദാ ഇതാണ് തുഞ്ചൻ പറമ്പിലെ തത്ത. അത് ശരി. ഇത് ഭഗവാൻ വിഷ്ണുവിന്റെ മത്സ്യാവതാരം. മീനായിരുന്നല്ലേ? ദാ ഇത് അശോകമരം. ഇതിന്റെ ചോട്ടിലാ സീതാദേവി ഇരുന്നത്. സീതാദേവിയുടെ കഷ്ടകാലം. രാമായണം മുഴുവൻ ഇങ്ങനെ വരച്ചു തീർക്കാനാ എന്റെ തീരുമാനം. അയ്യോ, ഇത്രയും വലിയ കാര്യമല്ലേ? അപ്പൊ ഒരു സഹായം വേണ്ടേ? നീ നിൽക്കൂ. ഏയ്, ചേട്ടന് തുല്യനായ ഒരാൾ തന്നെ വേണം. അതെ അതെ, നമുക്ക് ഗൗതം കൃഷ്ണയെ വിളിക്കാം. ഓ, മഹാനായ ചിത്രകാരനാണോ? എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ. അധികം ദൂരെയൊന്നുമല്ല, അപ്പുറത്തെ സദാശിവൻ ചേട്ടന്റെ മോന. അവൻ ഇപ്പൊ LKG നകുല, പിന്നല്ലാതെ എന്റെ ജീവിതത്തിൽ ഇത്രയും വൃത്തിയായിട്ടൊരു ചിത്രം ഞാൻ കണ്ടിട്ടില്ല. കുത്തി വരച്ചാലും ഇതിലും ഭംഗി ഉണ്ടാവുന്നേ. നകുല, അസൂയ നിനക്ക്, അസൂയ. നിന്റെ മനസ്സ് ഇത്ര ഇടുങ്ങിയതായതുകൊണ്ടാ ദൈവം നിനക്ക് ഒരു കഴിവും തരാതിരുന്നത്. എനിക്ക് ഈ കഴിവ് വേണ്ട. ഏട്ടാ, ഒരു കാര്യം ഞാൻ പറയാം. ഇതിവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അനുരാധ എങ്ങാനും കണ്ട നമ്മുടെ കുടുംബത്തെ കുറിച്ച് അവൾ എന്ത് കരുതും? നീ പോടാ, ഞാനിത് അനുരാധയെ വിളിച്ച് കാണിക്കാൻ പോവാ. അവളെ ഞെട്ടും. വിവരമുള്ള ആരും ഞെട്ടും. ഏട്ടൻ അവളെ കാണിക്കണം, നിർബന്ധമായും കാണിക്കണം. അതോടെ അനുരാധ ഏട്ടനെ വെറുത്തോളും. ഇതിലും നല്ലത് ഒരു കത്തി എടുത്ത് ആളെ കൊല്ലുന്നതാ. കലാകാരനായാലും കൊലാകാരനാകാമല്ലോ. കഷ്ടം. അത്രയ്ക്ക് ബോറാണോ? ഏയ്, അനുരാധയെ കാണിക്കണോ? വേണ്ട. ചിലപ്പോ ആ ദുഷ്ടം പറഞ്ഞതുപോലെ അനുരാധ വെറുത്താലോ? ഇത് ശരിയാവില്ല. വേറെ വഴി നോക്കാം. എന്താ ഭീമേട്ടാ? അത് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അത് അനുരാധെ കണ്ട നിമിഷം മുതൽ പറയണമെന്ന് ആഗ്രഹിച്ചതാ. എന്താ? അത് ഞാനൊരു സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരട്ടെ? എന്ത് സമ്മതപത്രം? ഈ അവയവങ്ങൾ ദാനം ചെയ്യാൻ. അനുരാധ അതിന്റെ ആളല്ലേ? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ഞാൻ ഒരുപാട് ചിന്തിച്ചു. മരിച്ച പിന്നെ ഭക്ഷണം കാണാൻ പറ്റില്ലല്ലോ. ഭക്ഷണം കാണാനല്ലെങ്കിൽ പിന്നെ കണ്ണെന്തിനാ? ഭക്ഷണം ചെന്നില്ലെങ്കിൽ പിന്നെ വൃക്കി ഹാർട്ടൊന്നും പ്രവർത്തിക്കില്ലല്ലോ. വേണമെങ്കിൽ അതും കൂടി അനുരാധ എടുത്തോ. ഇനി എന്നെ തന്നെ വേണമെങ്കിൽ അനുരാധ എടുത്തോളൂ. അതിനും എനിക്ക് സമ്മതമാണെന്ന് ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഭീമേട്ടൻ എഴുതിയ വെള്ള പേപ്പറിലെ സമ്മതം പോരാ. അതിന് അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എന്താ വേണ്ടെന്ന് അനുരാധ പറഞ്ഞോ, ഞാൻ എന്തിനു റെഡി. എനിക്കിതൊന്നും വേണ്ട.
നമ്മൾ സ്വയം മറന്ന് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴേ അങ്ങനൊരു മനസ്സ് തോന്നും. ഞാനും ഏതാണ്ട് അങ്ങനൊക്കെ തന്നെയാ. എന്നെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. മുഴുവൻ സമയവും വേറൊരാളെ കുറിച്ചാ ചിന്തിക്കുന്നത്. അതാരാ? അത് പിന്നെ പറയാം. ഈ അവയവദാനം നടത്തുന്നവരെ അനുരാധയ്ക്ക് ഒരുപാട് ഇഷ്ടമാണോ? പിന്നെ അവര് ഇനിയൊരു തലമുറയെ ജീവിപ്പിക്കുന്നവരല്ലേ. എന്റെ ഹൃദയവും തലച്ചോറും ഒക്കെ ഒരുപാട് വലുതായിരിക്കും. അതിനനുസരിച്ച് ഇഷ്ടം കൂടുവോ? അത് മനസ്സിന്റെ വലിപ്പമല്ലേ പ്രധാനം. മനസ്സും തരാം, അനുരാധ ചോദിച്ച. ഭീമേട്ടൻ ഇത്ര പാവമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇതിലും പാവമായിരുന്നു. വളർത്തു ദോഷം. വളർത്തു ദോഷോ? ആന്റി നിങ്ങളെ നന്നായിട്ടല്ലേ വളർത്തുന്നത്? അതെ, വളർന്ന ദോഷം എന്നാ ഞാൻ ഉദ്ദേശിച്ചേ. അവരുടെ 4 പേരുടെയും കാര്യം നോക്കണ്ടേ അമ്മയ്ക്ക്. അങ്ങനെ ഒറ്റപ്പെട്ട കുട്ടിയാ ഞാൻ. നയിക്കാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാവണ്ടേ. അപ്പോഴാ ഞാനൊരാളെ കണ്ടെത്തിയേ. ആര്? അനുരാധ. അനുരാധ വന്നതിന് ശേഷം ഞാൻ എന്നെ തിരുത്തിയതിന് കയ്യും കണക്കുമില്ല. തിരുത്തോട് തിരുത്താ. എന്നും അനുരാധ എന്നെ നയിക്കാനുണ്ടെങ്കിൽ ഞാൻ ഇനിയും നന്നാവും. ഫോം എടുത്തിട്ട് ഞാൻ വിളിക്കാം, അപ്പൊ ഒപ്പിട്ടാ മതി. ശരി. പിന്നെ എനിക്ക് ഡൽഹിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എന്താ? അവിടുത്തെ പ്രധാന പലഹാരം എന്താ? ഇനി അനുരാധ പോവുകയാണെങ്കിൽ കൊണ്ടുവരുമോ? അതിനെന്താ? മറക്കുവോ? ഏയ്, ഒരിക്കലും മറക്കില്ല. മതി, സന്തോഷമായി. ഭീമേട്ടനെ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞില്ലേ, അത് മതി. ഒരു കാര്യം കൂടി. എന്താ? മലയും വേണ്ട, പതുക്കെ മതി. പയ്യെ തിന്ന പനിയും തിന്നാന്ന് കേട്ടിട്ടില്ലേ? ഞാനൊന്നും മരം ചുറ്റിയതാ. ജോർജേട്ടാ, എന്നോട് പിണക്കാ? പെണ്ണെ, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ നിനക്കൊരു കവിത എഴുതി പോയി. അന്ന് മുതൽ നീ നിൽക്കുന്ന ഏരിയ പോലും ഞാൻ നോക്കാറില്ല. എനിക്കറിയാം. മുമ്പ് എന്റെ ജീവിതം ഇവിടെ പട്ടി പോലായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ പേപ്പട്ടി പോലായി. കാണുന്നിടത്ത് വെച്ച് കിട്ടുക. ലോകത്ത് എത്രയോ പെണ്ണുങ്ങൾക്ക് എത്രയോ പേര് കത്ത് കൊടുക്കുന്നു. ഇഷ്ടമല്ലെങ്കിൽ ചുരുട്ടി കളയണം, അല്ലാതെ മനുഷ്യരെ ചുരുട്ടി കൂടണോ? ഞാൻ വെറും വേലക്കാരനല്ലേ, മുടിയുമില്ല, സൗന്ദര്യമില്ല. നിങ്ങളൊക്കെ ഭൂലോക സുന്ദരിമാര്. ജോർജേട്ടന്റെ കയ്യിലാ തെറ്റുപറ്റിയത്. കത്ത് എന്റെ കയ്യിൽ തന്നാ പോരായിരുന്നോ? എല്ലാവരുടെ നടുക്കിലേക്ക് വലിച്ചെറിഞ്ഞോ ഞാൻ എന്ത് ചെയ്യും? അപ്പോ താമരയ്ക്ക് എന്നോട് വിഷമമില്ലേ? അപ്പൊ എന്നെ ഇഷ്ടമാണോ? അങ്ങനൊന്നും എന്നോട് ചോദിക്കല്ലേ, എനിക്ക് നാണം വരും.